ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കടച്ചക്കയും ചെമ്മീനും കൂടിയിട്ട് ഉലർത്തുന്ന വിധമാണ്. അത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഒരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി കഴുകി വെള്ളം വാലാനായിട്ട് വെക്കുക. അതിലേക്ക് പിന്നെ വേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 പിടി ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ കൂടുന്തോറും ഈ കറിക്കും സ്വാദ് നന്നായിട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതും വെള്ളം പോവാനായിട്ട് വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് ഒരു കുക്കർ അടപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടച്ചക്കയും ചെമ്മീനും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കുക. നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്തുടയൊന്നും വേണ്ട. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 വിസിലൊക്കെ വന്നാൽ മതിയാവും. ഒരുപാട് വെന്തുടയണ്ട. അപ്പോൾ അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടിയോ കടായിയോ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വഴറ്റാനിടാം. ആ കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പിലയും ചേർക്കാൻ മറക്കരുത്. അപ്പോൾ അത് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ നമ്മൾ പറ്റിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഉണ്ടല്ലോ, കടച്ചക്കയും ചെമ്മീനും കൂടിയിട്ട് നമ്മൾ ആദ്യം കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പറ്റിച്ച് വെച്ചിരിക്കുന്ന ആ കടച്ചക്ക നമ്മൾക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൂട്ടി യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കടച്ചക്കയും ചെമ്മീനും റെഡിയാവും. അത് നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ കടച്ചക്ക ഉള്ള സമയങ്ങളിൽ, കടച്ചക്ക നമുക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ച് നോക്കുക. നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വെച്ച് നോക്കുക. അതല്ല, ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ കറക്റ്റ് അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അളവുകൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് റിനൂസ് കിച്ചണിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.